ഞാനിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. എപ്പോഴും ഒരേപോലത്തെ മുട്ടക്കറി കഴിക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നിക്കുന്നു. എന്നാൽ പിന്നെ അതൊരു വേറെ രീതിയിലാക്കി കളയാമെന്ന് കരുതിയിട്ട് ഒരു പാനൊക്കെ വെച്ച് ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ജീരകമാണ് ഇട്ട് പൊട്ടിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവോളയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി, ഇത്രയും പൊടികൾ മതി. ഇത്രയും പൊടികളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ എല്ലാം മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ഗ്രേവി തയ്യാറാക്കണം. ആ ഗ്രേവിക്ക് വേണ്ടത് 2 പച്ചമുളക്, 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിന് 2 പച്ചമുളകും, ഒരു 4 അല്ലി കാഷ്നട്ട്, ഒരു തക്കാളി, ഒരു ശകലം മല്ലിയില, ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണേ. നല്ല രീതിയിൽ ഒന്ന് അരച്ച് ആ പേസ്റ്റ് നമ്മൾ ഈ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് തിളച്ച് നന്നായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ശരിക്കും അതിനകത്ത് ഫ്രഷ് ക്രീമാണ് ഉപയോഗിക്കേണ്ടത്. എൻ്റെ കയ്യിൽ പെട്ടെന്ന് ഫ്രഷ് ക്രീം ഇല്ലാഞ്ഞതുകൊണ്ട് ഞാനൊരു ശകലം പാലിനകത്ത് കോൺഫ്ലോർ ഇട്ടിട്ട് അതാണ് ഒഴിച്ചു കൊടുത്തത്. അത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ടയെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാവേ. എന്നാലും അടിപൊളി ടേസ്റ്റുള്ള മുട്ടക്കറിയാണ്. നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.